ഇറാനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് ശേഷം ട്രംപ് ഇറാനെ പിന്തുണയ്ക്കാനുള്ള പുതിയ അടവ് തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് പലരും വാദിക്കുന്നത്. യുദ്ധസമയത്ത് പോലും രണ്ട് നിലപാടുകളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ അത്ര കണ്ട് വിശ്വസിക്കാൻ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അടുത്തയാഴ്ച ഇറാനുമായി സംസാരിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത്. ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെയുള്ള പത്രസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചു. ഇറാനും US തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചേക്കാം. അവ പരസ്പരം പോരാടി യുദ്ധം അവസാനിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ കൂടിക്കാഴ്ച നടത്തുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന US പ്രസിഡന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. തീരുമാനം ആത്മാർത്ഥമാണോ എന്നും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവരുടെ തന്ത്രമാണോ എന്നും ആദ്യം വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ആണവ പദ്ധതി പുനർനിർമ്മിച്ചാൽ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന ഭീഷണിയുമായി ട്രംപ് വന്നിരുന്നു. ഇറാൻ ഒരിക്കലും സമ്പുഷ്ടമാക്കില്ല, അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് സമ്പുഷ്ടമാക്കുക എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അവരുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഉടനെയൊന്നും ബോംബുകൾ നിർമ്മിക്കാൻ പോകുന്നില്ല. ആണവായുധങ്ങൾ അവയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് യഥാസമയം നീക്കം ചെയ്യാൻ ഇറാന് മതിയായ സമയം ലഭിച്ചില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. അതൊരു വലിയ തിരിച്ചടിയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. US ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് 400 കിലോഗ്രാം യുറാനിയം നീക്കം ചെയ്തതായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജ വാർത്തയാണെന്ന് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. പ്രസിഡന്റിന്റെ ദുർബലപ്പെടുത്തുക എന്നത് ലക്ഷ്യത്തോടെയാണ് റിപ്പോർട്ടുകളെന്ന് വൈറ്റ് ഹൗസ് പറയുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുക എന്ന ഞങ്ങളുടെ ഇടുങ്ങിയ ലക്ഷ്യം ഫലപ്രദമായി നിറവേറ്റിയെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US പ്രതിനിധി ദൊറോത്തി ഷിയ ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്തു. UN ചാർട്ടറിന് അനുസൃതമായി കൂട്ടായ സ്വയം പ്രതിരോധത്തിനുള്ള അന്തർലീനമായ അവകാശത്തിനനുസൃതമായി ഇസ്രായേലിനും മേഖലയ്ക്കും കൂടുതൽ വിശാലമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇറാൻ ഉയർത്തുന്ന ഭീഷണി ലഘൂകരിക്കുക എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നും ഷിയ 15-അംഗ കൗൺസിലിനോട് വ്യക്തമാക്കി. വാരാന്ത്യത്തിലെ ആക്രമണങ്ങൾ ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചതായി ചൊവ്വാഴ്ച നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാ ആക്രമണങ്ങളും വിലയിരുത്താൻ ഇനിയും സമയമായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ആണവ പദ്ധതി പിൻവലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കുണ്ടായിരുന്ന ആസന്നമായ ഭീഷണി ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ ഡാനി ഡാനോൻ ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ വാരാന്ത്യത്തിൽ നടന്ന US ആക്രമണങ്ങൾ ടെഹ്റാന്റെ പദ്ധതിയെ മാസങ്ങളുടെ മാത്രം പിന്നോട്ടടിച്ചതായി US ഇന്റലിജൻസ് പ്രാഥമിക വിലയിരുത്തൽ കണ്ടെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.